കൽപ്പാത്തിപുര അയ്യപുരം സ്കൂളിൽ നിന്ന് തനേഷ് തമ്പി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. തനേഷ്, അവിടെ എന്താണ് കാഴ്ച? വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് പാലക്കാട് നല്ലൊരു രാഷ്ട്രീയ ആവേശം നൽകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വോട്ടേഴ്സ് രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നീണ്ടുനിന്ന വലിയ പ്രചരണം, ആ പ്രചരണത്തിൻ്റെ അവസാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആവേശം ഈ ജനങ്ങൾക്കിടയിൽ കാണുന്നുണ്ട്. രാവിലെ 6 മണിക്ക് മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇപ്പോൾ നിൽക്കുന്നത് അയ്യപുരം സ്കൂളിലാണ്. ഇവിടെ തന്നെയാണ് സി കൃഷ്ണകുമാർ, BJP സ്ഥാനാർത്ഥി, വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ ദീപക് ദർമ്മടം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനിവിടെ CPIMന്റെ മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായാണ് ഇതേ സ്കൂളിലേക്ക് തന്നെ എത്തിയത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സി കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് ഭാര്യാസമേതം അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആവേശം വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, ആദ്യ മണിക്കൂറിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. വളരെ നേരത്തെ തന്നെ ആളുകൾ ഈ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ തന്നെ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരുകയും അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഈ മേഖലയിൽ, ഈ കൽപ്പാത്തി മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും വലിയ മത്സരം, കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടന്നിരുന്ന വലിയ പ്രചരണം, ട്വിസ്റ്റുകൾ, കൂടുമാറ്റങ്ങൾ, അങ്ങനെ എണ്ണി തീർക്കാൻ കഴിയാത്ത അത്ര സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ചേലക്കരയിൽ നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ആവേശത്തോടു കൂടി ജനങ്ങൾ ഈ ഒരു വോട്ടെടുപ്പിനെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികളും. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള മത്സരം എന്നുള്ള നിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ P സറിൻ്റെ വരവോടുകൂടി ശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇപ്പോൾ സി കൃഷ്ണകുമാർ പ്രതികരിക്കുന്നു. പാലക്കാടിൻ്റെ വികസനത്തിനായിട്ടുള്ള ഒരു വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട്ടുകാർ ഇന്നത്തെ വോട്ട് പാലക്കാടിൻ്റെ വികസനത്തിനുള്ള വോട്ടാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. പോളിംഗ് നിരക്ക് ഉയരാനുള്ള സാധ്യതയാണോ കാണുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു കാരണം? വയനാട്ടിൽ പ്രചരണം കടത്തെങ്കിലും കുറയാനുണ്ടായിരുന്നു. അല്ല, വയനാട്ടിൽ കുറഞ്ഞത് കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരം. തെരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു പോയ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു. പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ UDFൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കും. അത് NDAക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. പാലക്കാടിലെ പൊതുരംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ഉണ്ടായിരുന്ന എനിക്ക് അനുകൂലമായിട്ട് പാലക്കാട്ടുകാർ വോട്ട് രേഖപ്പെടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ശതമാനം ഉയരും. കാരണം കഴിഞ്ഞ തവണ E ശ്രീധരൻ, മെട്രോമാൻ്റെ പരാജയം ചെറിയ വോട്ടുകൾക്കാണ്. ആ വോട്ടുകൾ മറികടക്കാൻ, ആ പരാജയം ഇത്തവണ ഒഴിവാക്കാൻ പാലക്കാട്ടുകാർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദം ഉണ്ടായ ഒരു മണ്ഡലമാണ്. ഈ വിവാദങ്ങൾ എങ്ങനെയായിരിക്കും പാലക്കാട്ടുകാർ കാണുന്നത്? പാലക്കാട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് മുഴുവൻ ഇവിടുത്തെ പാലക്കാട്ടത്തെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത്. ആ വിഷയങ്ങളാണ് പാലക്കാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 മുന്നണികൾക്കും വിവാദങ്ങൾ മറന്ന് വികസനത്തിൻ്റെ പിന്നാലെ വരേണ്ടി വന്നു. ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അജണ്ടയാക്കി അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരേണ്ടി വന്നു. ഇത്തവണത്തെ വോട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും. ഏറ്റവും ഒടുവിൽ പരസ്യത്തെ ചൊല്ലിയാണ് ഞങ്ങൾ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തിന് വേണ്ടി UDFും LDFും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 1ാം സ്ഥാനം വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. 5 അക്ക ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. അത് 10,000-ൽ കൂടുതൽ വോട്ടിന് ഞങ്ങൾ ഇത്തവണ വിജയിക്കും. ഏറ്റവും ഒടുവിൽ പരസ്യത്തെ ചൊല്ലിയാണ് വിവാദം. അല്ല, 2 മുന്നണികളും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ ഒരു വിഭാഗത്തെയും വോട്ട് ബാങ്കായി കരുതുന്നില്ല. ഞങ്ങൾ എല്ലാ വിഭാഗത്തിൻ്റെയും വികസനമാണ് കാണുന്നത്. പാലക്കാട്ടുകാർക്ക് അതറിയാം. പാലക്കാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അറിയാം. ന്യൂനപക്ഷ മേഖലകളിൽ പോലും ഇത്തവണ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും. സി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി സംസാരിക്കുകയായിരുന്നു.